ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. ദേവാദികളുടെ ഉത്ഭവം. കേട്ടുകൊണ്ടാലുമെങ്കിലാദിയെ ദേവാദികൾ വാട്ടമെന്നിയെ മുന്നമുണ്ടായ പ്രകാരങ്ങൾ അളവില്ലാതെ വെള്ളമെന്നിയെ ലോകമൊന്നും പ്രളയകാലത്തിങ്കലില്ലെന്നു ധരിച്ചാലും അപ്പോഴും ഒരു ലയമില്ലാതെ നാരായണൻ ചിത്പുമാൻ നാഭിതന്നിലുണ്ടായതൊരു പത്മം അപ്പൂവിലുദ്ഭവിച്ചു സ്വൽപ്പങ്ങും ബിരിഞ്ചനും അപ്പോഴുതവനെ കൊണ്ടൊക്കവേ സൃഷ്ടിപ്പിച്ചാൻ എന്നതിൽ നടയുണ്ടായി ചതുർമുഖൻ. തന്നെ മനസ്സിൽ നിന്നാറു താപസന്മാരും പേരുകൾ മരീചിയും അത്രിയും അങ്കിരസും ധീരനാം പുലസ്ത്യനും പുലഹൻ ക്രതുതാനും. അവരിൽ മരീചിക്കു കാശവനുണ്ടായി വന്നാൻ. അവങ്കൽ നിന്നു നാനാ ജന്തുക്കളുണ്ടായതും ദക്ഷനാം പ്രജാപതി തന്നെ മകളരാം മൈക്കണ്ണിമാരിൽ 13 വേട്ടാനവൻ. അതിഥി ദിതി ധനു കാലയും ധനായുഷ പതിശുശ്രൂഷാരതയാകിയ സിംഹികയും മുനിയും ക്രോധദാനും പ്രാധയും വരിഷ്ഠയും വിനത കപിലയും കദ്രുവും ഇവരെല്ലാം. ഇവരിൽ ആദിത്യന്മാരുണ്ടായി. ധാതാവും മിത്രൻ താനും അര്യമാ ശക്രനെന്നും വരുണനംശൻ ഭഗൻ വിവസ്വാൻ പൂഷാവെന്നും സവിത പിന്നെ ത്വഷ്ടാ വിഷ്ണുവും ഇവരെല്ലാം. ദിതിതൻ മകനല്ലോ ഹിരണ്യകശിപൂതാൻ. സുതന്മാരായിട്ടവൻ 5 പേരുണ്ടായി വന്നു. പ്രഹ്ലാദൻ സംഹ്ലാദനും അനുഹ്ലാദനും പിന്നെ ശിവിയും ബാഷ്കളനും അവർക്കു നാമമെടോ. അവരിൽ പ്രഹ്ലാദനു 3 പുത്രന്മാരുണ്ടായി. അവർ പോൽ വിരോചനൻ ശുംഭനും നിശുംഭനും. അവരിൽ വിരോചനൻ തന്മകൻ മഹാബലി. അവന് 100 മക്കൾ. അവരിൽ ജ്യേഷ്ഠൻ ബാണൻ. ധനുവാമവൾ പെറ്റു 40 പേരുണ്ടായി. ധനുജന്മാരാം അവർ 40 പേരും ചൊല്ലാം. വിപ്രചിത്തിയും പിന്നെ ശമ്പരൻ നമുജിയും ചൊൽപ്പെറും പുലോമാവും അസിലോമാവും കേശി ദുർജയൻ സ്വശിരാവാം അമലനയൻ ശിരാവയ ശംഖുവും ശംഖുഗഗനമൂർധാവെന്നും വേഗവാൻ ക്രതുമാനും സ്വർഭാനു ചിത്രഭാനു അശ്വനും അശ്വപതി വൃഷപർവാവുദാനും ജഗനും അശ്വഗ്രീവൻ സൂക്ഷ്മനും തുഹുണ്ടനും ഖസ്രുവും താനുമേകചക്രനും വിരൂപാക്ഷൻ ഹരനും അഹരനും നിചന്ദ്രൻ നികുംഭനും ഉപടൻ കപടനും ശലഭൻ ശരദനും ചന്ദ്രമാവെന്നും അവർ 40 ദാനവന്മാർ. സിംഹിക പെറ്റുള്ളു രാഹുവാകിയ വീരൻ സുചന്ദ്രൻ ചന്ദ്രഹർത്ത ചന്ദ്രമർദ്ദനൻ പിന്നെ ക്രൂര സ്വഭാവനെന്നും ക്രൂര പെറ്റുണ്ടായി വന്നു. അപാരമ്പര്യം പറഞ്ഞിടുവാൻ പണിതുലോം. ദൈത്യപക്ഷത്തിൽ ക്രോധവശന്മാരെന്ന കൂട്ടം 10 പേരുണ്ടു. പിന്നെ ചൊല്ലിടാം അവരെയും. ഏകാക്ഷൻ അമൃതവൻ പ്രലംബൻ നരകനും വാതാപിതാനും ശത്രുതപനൻ ഷഠന്താനും ഗവിഷ്ഠൻ ചന്ദനായുർ ദീർഘജിഹ്വനുമേവം അസംഖ്യം അവരുടെ പുത്രപൗത്രന്മാരെല്ലാം. ചൊല്ലുവൻ ധനായുഷതന്നുടെ സുതന്മാരെ വിക്ഷരൻ ബലൻ വീരൻ വൃത്രനുമെന്നു 4 മക്കളുണ്ടവർകളും എത്രയും ബലവാന്മാർ. കാലയാം അവളുടെ മക്കളെന്നറിഞ്ഞാലും കാലകേയന്മാരവർ നമ്മുടെ
പേരും ചെല്ലാം ദുഷ്ടനാം വിനാശനൻ ക്രോധനൻ ക്രോധകന്ധ പിന്നേതു വിവർദ്ധനൻ അക്രോധൻ ഇവരെല്ലാം കാലകേയന്മാർ ദേവവൈരികളറിഞ്ഞാലും ഇച്ചൊന്ന ദൈത്യപക്ഷത്തിങ്കലുള്ളവർക്കെല്ലാം അച്ഛനായതു ശുക്രൻ ഭാർഗവനുപാധ്യായൻ നിശേഷം ദേവാസുരന്മാരുടെ പാരമ്പര്യം നിശ്ചയം പറവതിനാർക്കുമേ അരുതല്ലോ വിനത തന്റെ മക്കൾ വൈനതേയന്മാരെല്ലാം വിരവോടവരുടെ പേരുകൾ താർഷ്യനെന്നും അരിഷ്ടനേമിതാനും ഗരുഡൻ അരുണനും ആരുണി വാരുണിയും വിനതാതനയന്മാർ കദ്രുവിൻ മക്കളല്ലോ കാദ്രവേയന്മാരെല്ലാം അനന്തൻ വാസുകിയും തക്ഷകൻ കാർക്കോടകൻ പത്മനും മഹാപത്മൻ ഗുളികൻ ശംഖപാലൻ അപ്പരിഷകളുടെ സന്തതി ചൊല്ലിക്കൂടാം മുൽപ്പാടു ചുരുക്കി ഞാനൊട്ടറിയിച്ചേനല്ലോ മുനിയാം അവളുടെ പുത്രന്മാർ മൗനേയന്മാരവകളുടെ നാമമാദിയെ കേൾപ്പിനെങ്കിൽ ഭീമസേനനും ഉഗ്രസേനനും സുവർണനും വരുണൻ ഗോപതിയും ധൃതരാഷ്ട്രനും പിന്നെ സൂര്യവർച്ചസന്താനും സത്യവാഗർക്കവർണ്ണൻ പ്രയുതൻ ചിത്രരഥൻ സർവാവിദ്വശിതാനും വീരനാം ശാലിശിര ദൃഷ്ടദ്യുഗ്നനും കലി 16 നാരദനെന്നു നൂനം ദേവഗന്ധർവന്മാരെ എന്നിവരെ ചൊല്ലിയിടുന്നു ദേവകളോടു തന്നെ തുല്യന്മാരിവരെല്ലാം പ്രാർത്ഥയാം അവളുടെ മക്കളും മകളരും പ്രാഭവമേറെയുള്ളോർ നാമങ്ങൾ ചൊല്ലാമല്ലോ അനവദ്യയും അനുവംശയും അസുരയും മാർഗണപ്രിയതാനും മന്നവ സുഭകയും ഭാസിയുമിത്തമേഴു നാരികളുണ്ടായി വന്നു സിദ്ധനും പൂർണ്ണൻ താനും ബർഹിയും പൂർണ്ണായുസും ബ്രഹ്മചാരിയും രതിഗുണനും സുവർണനും ചൊല്ലരും വിശ്വാവസുഭാനുവും സുചന്ദ്രനും പുത്രന്മാരിവർ 10 പ്രാധേയന്മാരെന്നറിയ അത്ഭുതമസ്പരസാം വംശമെന്നറിഞ്ഞാലും വരിഷ്ഠതനിക്കുള്ളോരപത്യമതു കേൾപ്പിൻ ചുരുക്കി ചൊൽവനവലം ബുസയും മിശ്രകേശി ചെല്ലരും വിദ്യുൽപർണതിലോത്തമയും പുനരരുണ രക്ഷിതയും രംഭയും മനോരമ അസിതാസുബാഹുവും സുരതാ സുരജയും സുപ്രിയാചാതിബാഹു ചൊല്ലേറും ഹാഹാതാനും ഹൂഹുവെന്നവൻ താനും തുമ്പുരുവെന്നവനും ഇങ്ങനെ 13 മകളർ 4 മക്കൾ മംഗലഗാത്രിയായ